ശ്രീരേഖ ചേച്ചി നല്ലൊരു ആക്ട്രസ് ആണ്. നമ്മുടെ സൊസൈറ്റി എന്ത് തേങ്ങ കണ്ടു കഴിഞ്ഞാലും കുറ്റം ഉണ്ടെങ്കിൽ മാത്രം പൊക്കി പറയുള്ളൂ. ഇത്തവണ ഒരു ആക്ട് ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു ആക്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. ശ്രീരേഖ അടുത്ത തവണ പോവാതിരിക്കാനുള്ള സേഫ് ഗെയിമാണ് കളിച്ചതെന്ന് പറഞ്ഞിട്ട്. അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം അഭിനയം, പാട്ട്, എന്താണെങ്കിലും ആ ഒരു ടാലന്റ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവര്, കലാകാരന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യരല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, വലിയൊരു മെസ്സേജ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ശരണ്യയും ഗബ്രിയും ഉള്ള കോൺവെർസേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് മറ്റേ ഡവറിയുടെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നു, പൈസ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടി ആത്മഹത്യ എന്നുള്ളൊരു മെസ്സേജിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു തൊട്ട് മൊമെന്റ് തന്നെ അമ്മ വിളിക്കുന്നു. അമ്മ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് പോര്, ഇത് നമ്മുടെ വീടാണ്, കല്യാണം കഴിച്ചു വിട്ടെന്ന് വെച്ചിട്ട് നീ ഈ വീട്ടിലല്ലാതാവുന്നില്ല. എത്ര പാരന്റ്സ് പറയുന്നുണ്ട് ഇവിടെ. ഭർത്താവ് ഇങ്ങനെയാണ്, ഭർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിന്റെ വിഷമമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ പിള്ളേരായിട്ടില്ലെങ്കിൽ അതൊക്കെ ഒരു കുഞ്ഞിക്കാല് കാണുമ്പോഴേക്കും അങ്ങോട്ട് മാറിക്കോളും. ഭർത്താവിൻ്റെ തെറ്റിനെ മ്യൂട്ടാക്കി സഹിച്ചു നിൽക്കുന്നു പറഞ്ഞ് പെൺകുട്ടികളെ പ്രഷർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാരൻസിന് അറിയാം അവർ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും വന്ന് നിൽക്കാൻ പറയാത്തത് ഈ പറഞ്ഞ മാതിരി നാട്ടുകാർ, 10 പൈസയ്ക്ക് വിലയില്ലാത്ത, ചെലവിന് തരാത്ത, എന്തുമാരും എപ്പോ പറയാൻ നടക്കുന്ന നാട്ടുകാര് എന്ത് വിചാരിക്കുന്നു മേടിച്ചിട്ടാണ് ഈ സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തന്റെ ഭാര്യയായി എന്നുള്ള കെയർ ഓഫിൽ അവളെ അവിടെ ഇട്ട് പിച്ച് ചീന്താൻ കൊടുക്കുന്നതും അവസാനം പാരന്റ്സ് പോലും മനസ്സിലാക്കുന്നുള്ള ഒരു ചിന്തയിൽ എത്തിക്കഴിയുമ്പോൾ സൂസൈഡിലോട്ടും പോകുന്നത്. അപ്പം ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മെസ്സേജാണ് കൊടുത്തത്. കല്യാണം കഴിച്ച് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് സ്വന്തം മോളെ വിട്ട് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും ആര് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞങ്ങളുണ്ട് കൂടെയെന്ന് പറഞ്ഞ് നിൽക്കുന്ന പാരന്റ്സ്, നീ ഇങ്ങോട്ട് പോരുത്, എനിക്കവിടെ പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരുത്, നിന്റെ വീടാണ്, പ്രശ്നത്തിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് കേട്ടോ, ഇങ്ങോട്ട് പോര്. അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്ത് പോകൃത്തരം കാണിച്ചാലും അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമല്ല. എല്ലാവർക്കും ലൈഫ് ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ദേ ആർ ഇൻഡിവിജ്വൽസ്, ദേ ഹാവ് ദെയർ ഓൺ ലൈഫ് ആൻഡ് പെർസെപ്ഷൻസ്, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, എവറിത്തിങ് ദേ ഹാവ്. അത് ബിക്കോസ് സ്പെസിഫിക് ആണ്, രണ്ടുപേരും രണ്ട് തരത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഭർത്താവാണ്, ഞാൻ പറയണ കേട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഡവറി തരാത്തതുകൊണ്ട് നീ എൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ അമ്മായിമ്മ എടുത്തിട്ട് അലക്കുമ്പോൾ അമ്മ സ്നേഹം എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുന്ന ക്നാപ്പൻ ഭർത്താക്കന്മാരൊക്കെ ഈ ലോകത്തുണ്ട്. അത് കാരണം ഒരുപാട് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികൾ സഫർ ചെയ്യാനുള്ള കാരണം ഈ അമ്മമാർ അല്ലെങ്കിൽ പാരന്റ്സ് കൊടുക്കാത്ത പ്രോപ്പർ സപ്പോർട്ടും എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്നത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. സോ ഇറ്റ്സ് എ ബിഗ് മെസ്സേജ്. താങ്ക് യു സോ മച്ച് ശ്രീരേഖ ആൻഡ് ബിഗ് ബോയ് ഫോർ ടേക്കിംഗ് ദിസ് സ്ക്രിപ്റ്റ്. യുനോ അവർ കൊടുത്ത ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. അതെനിക്ക് വളരെ വണ്ടർഫുൾ ആയിട്ട് അവർ അഭിനയിച്ചു. ശ്രീരേഖ ചേച്ചി വളരെ ടച്ചിങ് ആയിട്ട് തന്നെ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഇത് കാര്യമായിട്ട് തന്നെ എടുക്കുക. അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് വീട് വരെ വിറ്റിട്ടായിരിക്കും നിങ്ങൾ വിട്ടിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവനേക്കാൾ, നിങ്ങളുടെ മോളുടെ ശ്വാസത്തിനേക്കാൾ വലുതല്ലല്ലോ സ്വത്തും മറ്റു കാര്യങ്ങളും. ഗുഡ് വൈബ്സ്.